السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. നിത്യജീവിതത്തിൽ ഒരുപാട് ഉപകരിക്കുന്ന വിഷയങ്ങളാണ് ഈ ചാനലിലൂടെ പറയുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം താമസിക്കുന്ന ചുറ്റുപാടിൽ തൊട്ടടുത്ത് നാം താമസിക്കുന്ന പരിസരത്ത് എവിടെയെങ്കിലും ഈ മരം ഉണ്ടെങ്കിൽ അത് നമുക്കത്ര നല്ലതല്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. കാരണം പിശാചിന് വളരെ ഇഷ്ടമുള്ള ഒരു മരമാണിത്. ഈ മരത്തിൻ്റെ പ്രദേശങ്ങളിൽ പിശാചിൻ്റെ സാന്നിധ്യമുണ്ടാകും. ഇങ്ങനെ കുറച്ച് മരങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മരമാണ് ഈ ഒരു മരം. പിശാചുണ്ടായാൽ എന്താണ് പ്രയാസം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇന്നത്തെ 90% അല്ലെങ്കിൽ അതിലധികവും രോഗങ്ങൾക്കും കാരണം പൈശാചികമായ ഉപദ്രവമാണ്. സാമ്പത്തികമായ ഞെരുക്കം, പിന്നെ വീട്ടിലുള്ള ബഹളങ്ങൾ, അങ്ങനെ ഒരു ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഇന്നത്തെ പിശാചാണ്. പിശാചിന് അള്ളാഹു ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അവൻ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നു. അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കുള്ളൂ എങ്കിലും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തിന്മകൾ കാരണമായി അള്ളാഹു അതിനെ അനുവദിക്കുകയും പിശാച് നമ്മിൽ വേര് ഉറപ്പിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു മരമാണ് പിന്നെ ആര്യവേപ്പ്. കയ്പുള്ള ഒരു മരമാണിത്. കയ്പുള്ള മരം പിശാച് ഇഷ്ടപ്പെടുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മരമാണ് ആര്യവേപ്പിൻ്റെ മരം. ഈ മരം താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉള്ളത് നല്ലതല്ല. മറ്റ് പറമ്പുകളിലൊന്നും ഉള്ളത് പ്രശ്നമല്ല, താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ളത് നല്ലതല്ല. അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് ഉണ്ടായേക്കാം. പണം അമിതമായി ചിലവാകുക, രോഗങ്ങൾ ഉണ്ടാവുക, വീട്ടിൽ ലഹള ഉണ്ടാവുക, അങ്ങനെ പല പ്രയാസങ്ങളും. അതുകൊണ്ട് ഈ ഒരു മരം ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇൻഷാ അല്ലാഹ്. ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം. അസ്സലാമു അലൈക്കും.